എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു ആക്ടിങ്. അപ്പോ ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു. അപ്പൊ എന്റെ അമ്മ വർക്കിംഗ് ആയിരുന്നു. പപ്പ എനിക്ക് പോലീസിലായിരുന്നു. ഒരു 2 വയസ്സുള്ളപ്പോ പപ്പ മരിച്ചൊരു ചേട്ടനാ ഉള്ളത്. അപ്പൊ അമ്മയ്ക്ക് ഇത്ര താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ എല്ലാ പ്രോഗ്രാമിനും ചേരും. വൈകിട്ട് അടിയുണ്ട്. അപ്പോ ചെറുതിലെ ബാലചന്ദ്ര മേനോൻ സാർ എന്നെ ഒരു ഫിലിമിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിട്ടില്ല. അതൊക്കെ അല്ല, അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടത്തില് ചിലപ്പം ഇത്രയും അങ്ങോട്ട് ഇതായിട്ടില്ലല്ലോ നമ്മള് മീഡിയാസ്. ഇപ്പോഴാണല്ലോ സോഷ്യൽ മീഡിയയും ബാക്കി കാര്യങ്ങളൊക്കെ കുറെ കൂടെ ആക്റ്റീവ് ആയിട്ടുള്ള. അന്നത്തെ കാലം എന്ന് പറയുമ്പോ അവരൊന്ന് ഭയക്കും. സിനിമ എന്ന് പറയുന്ന ആ ഒരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് ഞാന് മംഗളത്തിലൊരു കവർ ഫോട്ടോ വന്നിരുന്നു. അപ്പോ കവർ പേജോ? കവർ പേജ് വന്നിരുന്നു. അപ്പോ ആ സമയത്ത് ഇത് വരുന്നതിന് മുമ്പ് ഹസ്ബൻഡിന്റെ ഞാൻ ഇതുപോലെ ചോദിച്ചു, പറഞ്ഞു നിന്റെ ഫോട്ടോ ഒന്നും അങ്ങനെ വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു. എനിക്കത് കിട്ടി. കിട്ടിക്കഴിഞ്ഞപ്പം ആക്ടിംഗ് മേഖലയിലേക്ക് വിടാൻ പുള്ളി സമ്മതിച്ചു. അങ്ങനെ സ്ക്രീൻ ടച്ച് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തു. അതുവഴി എനിക്ക് ആദ്യം ചെയ്ത ഫിലിമാണ് ഒറ്റക്കൊല്ലം എന്ന് പറയുന്ന ഒരു ഫിലിം ചെയ്തു. അതിനുശേഷം ലക്ഷ്മി, കിണറ്, കല്യാണം ഇങ്ങനെ മൂവീസ് ചെയ്തു. അതിനുശേഷം മോന്റെ സ്റ്റഡീസും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ആ സമയത്ത് സീരിയൽസ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മോന്റെ കാര്യങ്ങൾ നോക്കേണ്ടോണ്ട് പറ്റിയില്ല. പിന്നെ കെ രാജീവ് സാറിന്റെ സീരിയലിലൂടെയാണ് ഞാൻ വരുന്നത്.